ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ഈ എളിയവൻ്റെ ചെറിയ അറിവ് എന്താണെന്നാൽ, ഇഹജന്മ മുൻജന്മ ജന്മജന്മാന്തര ശാപങ്ങളെല്ലാം തീർന്ന് സാക്ഷാൽ വൈകുണ്ഠനാഥൻ്റെ തൃപ്പാദപത്മങ്ങളിൽ ചേരുന്ന ഒരു ക്രിയ. മറ്റൊന്നുമല്ല, ഭഗവാന്റെ പാദപത്മങ്ങൾ വെച്ച് പൂജിക്കുക. ഞാൻ എൻ്റെ എല്ലാ എപ്പിസോഡിലും പറയും, നിങ്ങൾ ഓരോരുത്തരും ആചാര്യന്മാരായി തീരുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉപാസനാമൂർത്തിയെ തിരഞ്ഞെടുക്കുക, അതിനെ ആരാധിക്കുക. ഏതു ദേവനായിക്കോട്ടെ, എല്ലാം ഒന്ന് തന്നെ. അങ്ങനെ പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭക്തന്മാർ, അതായത് വിഷ്ണു ഭക്തന്മാർക്ക് വേണ്ടുന്ന ഉതകുന്ന ശ്രേഷ്ഠമാകുന്ന ഒരു ക്രിയയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീകൃഷ്ണ പാദപത്മങ്ങൾ വെച്ച് പൂജിക്കുക. ഭഗവാന്റെ ഈ പാദപത്മങ്ങൾ നമ്മൾ എങ്ങനെ ആരാധിക്കണമെന്ന് പറഞ്ഞു തരാം. അതിക്ക് മുന്നോടിയായി വീട്ടിൽ കുളികുറി ജപാദികളെല്ലാം കഴിഞ്ഞ് സന്ധ്യാവന്ദനങ്ങളൊക്കെ ചെയ്ത് പിതൃശുദ്ധിയൊക്കെ ചെയ്തതിന് ശേഷം ഈ ക്രിയ ചെയ്യണം. നല്ല ദിവസം നോക്കി തുടങ്ങണം. ആദ്യം വെളുത്ത പക്ഷത്തിലെ ഉത്തമമായ ഒരു ദിവസം തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ വെളുത്ത പക്ഷത്തിൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണ് വരുന്നത്, ആ നക്ഷത്രം വരുന്ന ദിവസം തുടങ്ങുക. അതുമല്ലെങ്കിൽ പൗർണമി ദിവസം തുടങ്ങുക. അതുമല്ലെങ്കിൽ രോഹിണി നക്ഷത്രത്തിലും തുടങ്ങാം. എങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ, പത്മങ്ങളെല്ലാം തലേ ദിവസം വാങ്ങിച്ച് നാൽപ്പാമര കഷായം ഉണ്ടാക്കി അതിൽ ശുദ്ധിയാക്കി മഞ്ഞൾ ഉപയോഗിച്ച് കഴുകി, കുങ്കുമം ഉപയോഗിച്ച് കഴുകി, പാലുപയോഗിച്ച് കഴുകി, പനിനീരുപയോഗിച്ച് കഴുകിയതിന് ശേഷം തുടച്ച് നല്ല വെള്ളത്തിൽ തുടച്ച് വൃത്തിയാക്കി ഭഗവാന്റെ പാദപത്മം ഒരൽപ്പം നെയ്യെടുത്ത് തുടച്ച് വൃത്തിയാക്കി അതിന്മീതെ ഹരിചന്ദനം പുരട്ടി അതിന്മീതെ കുങ്കുമം തൊട്ട് ഒരു തളികയിൽ വയ്ക്കണം. തളിക ഓടിൻ്റെ ആവാം, മണ്ണിൻ്റെ ആവാം, സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയും ആവാതെ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ശുദ്ധികർമ്മങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ തുടങ്ങണം. പഞ്ചാലങ്കാരം പൂജിക്കണം. എന്തെങ്കിലും ഒരു നിവേദ്യം കൊടുക്കണം. നിവേദ്യം കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതായത് വർഷത്തിലൊരു നിവേദ്യം തന്നോളാം, അതുമില്ലെങ്കിൽ മാസത്തിലൊരു നിവേദ്യം തന്നോളാം, അതുമല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നിവേദ്യം തന്നോളാം, അതുമല്ലെങ്കിൽ നിത്യം നിവേദ്യം തന്നോളാം. ഏതാണോ നിങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കുക. ദിവസം നമ്മൾ ഭഗവാന്റെ പാദം അല്പം വെള്ളത്തിൽ കഴുകി പുഷ്പാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലാം,
കവചങ്ങൾ ചൊല്ലാം. എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് ചൊല്ലി ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ആദ്യം വാങ്ങുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ശുദ്ധി ചെയ്യേണ്ടത്. അതിനുശേഷം നിത്യം നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് പഞ്ചാലങ്കാരം പൂജിച്ച് വിഷ്ണു സൂക്തങ്ങൾ എന്തു വേണമെങ്കിലും ചൊല്ലാം. ഭാഗ്യസൂക്തമോ എന്താണെങ്കിലും പുരുഷ സൂക്തം, അങ്ങനെ നിങ്ങളുടെ സമയം കണക്കാക്കി ഇതൊന്നുമില്ലെങ്കിലും മനസ്സ് കൊടുത്ത് പുഷ്പാർച്ചന ചെയ്യുക. ഇനിയിപ്പോൾ സൂക്തങ്ങളൊക്കെ ചൊല്ലി മനസ്സില്ലെങ്കിലും വ്യഥാകർമ്മമായി മാറും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, പാഞ്ചാലി കൗരവർ ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഭഗവാനെ വിളിച്ച് കരഞ്ഞിട്ടും ഭഗവാൻ പ്രസാദിച്ചില്ല. അവസാനം ഞാൻ തന്നെ ഇല്ലാതായി എന്ന സങ്കല്പത്തിൽ 2 കൈയും വിട്ടു, നീ എന്നെ അപമാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതുവരെ ഒരു കൈ തുണിയിൽ പിടിച്ചിരിക്കുകയായിരുന്നു, 2 കൈയും സമർപ്പിച്ചു. അപ്പോഴാണ് ഭഗവാന്റെ മായ കാണിക്കാൻ തുടങ്ങി. കൃഷ്ണൻ്റെ കൈ മുറിഞ്ഞ സമയത്ത് സ്വന്തം പട്ട് സാരി എടുത്ത് കെട്ടിക്കൊടുത്തതിൻ്റെ ബദലായിട്ട് ഇതിൻ്റെ ഓരോ ഇഴയും നിനക്ക് ഞാൻ തിരിച്ചു തരും, എപ്പോൾ നിനക്ക് ആവശ്യമുള്ള സമയത്ത്. അതുകൊണ്ടാണ് പറയണേ, നമുക്ക് തോന്നി ഇപ്പോഴാണ് ആവശ്യം. നമ്മളുടെ ആവശ്യം ആവശ്യം വരുമ്പോൾ ഭഗവാനെ നിങ്ങൾ പൂജിച്ചാൽ അതിൻ്റെ 4 ഇരട്ടിയായി 10 ഇരട്ടിയായി 100 ഇരട്ടിയായി ഭഗവാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. അതിനെന്ത് വേണം? പാഞ്ചാലി ആ പാദപത്മങ്ങളിൽ കണ്ണുനീരുകൊണ്ട് അഭിഷേകം ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും അപ്രകാരമായിരിക്കണം ജീവിതം. മറ്റുള്ളവർ നമ്മളെ എന്തു പറയണമെന്ന് നമ്മൾ നോക്കണ്ട. ആ വിഷ്ണുപാദത്തിൽ, ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമ്മുടെ മനസ്സും ശരീരവും സമർപ്പിക്കുക. ഭഗവാൻ നിങ്ങളുടെ കണ്ണുനീരിന് വില തന്നിരിക്കും. നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള വഴി ഒന്നും നിങ്ങളവിടെ പ്രാർത്ഥിക്കേണ്ട. ഭഗവാൻ അറിയാം നിങ്ങളുടെ ദുഃഖം. പ്രസീത പ്രസീത എന്ന് മാത്രം പ്രാർത്ഥിക്കുക. പ്രസന്ന പ്രസന്ന, പ്രസീത പ്രസീത എന്ന് മാത്രം പ്രാർത്ഥിക്കുക. പാദപത്മങ്ങളിൽ അടിയറവ് വയ്ക്കുക. മധുരയിലേക്ക് കൃഷ്ണനെയും ബലരാമനെയും അക്രൂരർ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് കൃഷ്ണൻ്റെ ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ അക്രൂരക്ക് മനസ്സിലായി, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളാണ് ഈ മണ്ണിൽ. പാദപത്മങ്ങൾ കണ്ടു അത്രേ, അതിൽ കിടന്നുരുണ്ടു അക്രൂരർ. അത്രയും പവിത്രമാണ് ഭഗവാന്റെ പാദപത്മ പൂജ. ഈ പാദപത്മങ്ങൾ നമ്മൾ വാങ്ങിച്ച് നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധി ചെയ്ത് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി ആരാധിക്കുക. പരമാവധി നമ്മൾ സാത്വിക മനോഭാവത്തിൽ ജീവിക്കുക. ഭഗവാൻ നിങ്ങൾക്ക് നേരെ കണ്ണു തുറന്നിരിക്കും. നിങ്ങൾക്ക് വേണ്ട സമയത്ത് അത് തിരിച്ചു തരും. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൽ ഓരോ ഇഴയും കണക്കാക്കി ഭഗവാൻ വസ്ത്രമായി കൊടുത്തു എന്ന് പറയണ. ഓരോ ഇഴയ്ക്ക് പകരമായി വസ്ത്രങ്ങളാണ്, ആയിരക്കണക്കിന് സാരികളാണ് ഭഗവാൻ കൊടുത്തത്. എത്രയോ, അതും വേണ്ടപ്പെട്ട സമയത്ത് എത്രയോ വിലപിടിപ്പുള്ള അവസ്ഥയിലാണ് കിട്ടിയത് എന്ന് നമ്മൾക്ക് ആ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും.
ഭഗവാന് വേണ്ടി ഇവിടെ ആരും ത്യാഗം ചെയ്യുന്നില്ലേ, നമുക്ക് പൈസ ഉണ്ടാവണം എന്ന് മാത്ര ചിന്താഗതിയാണ്. നമ്മുടെ മനസ്സും ശരീരവും ഭഗവാന് സമർപ്പിക്കാനാണ് അതുകൊണ്ട് പറയുന്നത്. അതിൻ്റെ സൂചകമായിട്ടാണ് നമ്മൾ കയ്യിൽ രക്ഷാബന്ധൻ ധരിക്കുന്നത്. സഹോദരി സഹോദരന് കെട്ടിക്കൊടുക്കുന്നതും സഹോദരൻ സഹോദരിക്കും കെട്ടിക്കൊടുക്കുന്നത് അതിൻ്റെ സൂചകമായിട്ടാണ്. രക്ഷാബന്ധൻ, ഞാൻ നിന്നെ രക്ഷിച്ചുകൊള്ളും എന്നുള്ള സങ്കല്പത്തിലാണ്. അതുകൊണ്ട് എല്ലാവരും രക്ഷാബന്ധൻ ധരിക്കണം. പാർട്ടി ബേസിലല്ല പറയണം, ഹിന്ദു എന്ന രീതിയിലാണ് പറയുന്നത്. എല്ലാവരും അത് തന്നെ പൊട്ടിപ്പോകുന്നവരെ കയ്യിലിരിക്കണം, പൊട്ടിച്ച് കളയാൻ പാടില്ല. ഭഗവാന്റെ ഈ പാദപത്മങ്ങളിൽ, ഭഗവാന്റെ ഇടത്തെ പാദപത്മങ്ങളിൽ അർദ്ധചന്ദ്രൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. വിശ്വാസമല്ല, സത്യം. നമ്മുടെ എല്ലാ കാര്യങ്ങളും സത്യമാണ്. അത് വിശ്വാസം എന്ന് പറഞ്ഞാലേ ചിലർ അനുസരിക്കുള്ളൂ, ചിലർ അതിൻ്റെ ശാസ്ത്രീയത പറഞ്ഞാലേ വിശ്വസിക്കുള്ളൂ. ഒരു സംശയം അതിൽ വേണ്ട. രണ്ടാമത്തെ ഇടതേ പാദത്തിൽ ജലപാത്രം കാണാം. ജലപാത്രം, ഇടത്തെ പാദത്തിൽ ജലപാത്രം കാണാം. അതുപോലെ ത്രികോണം കാണാം, വില്ല് കാണാം, ആകാശം കാണാം, പശുവിൻ്റെ കുളമ്പ് കാണാം, മത്സ്യത്തെ കാണാം, ശംഖ് കാണാം. ഇടത്തെ പാദത്തിൽ ഇങ്ങനെ 8 രൂപങ്ങൾ ദർശിക്കാൻ കഴിയും. അങ്ങനെയുള്ളത് നോക്കി വാങ്ങണം. ഭഗവാന്റെ വലത്തെ പാദത്തിലാണെങ്കിലോ 8 നക്ഷത്രമുള്ള, 8 കോണുള്ള, 8 മൂലകളുള്ള സ്റ്റാർ കാണാം, നക്ഷത്രം കാണാം. ഭഗവാന്റെ വലത്തെ പാദത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്വസ്തികം കാണാം. സ്വസ്തിക പത്മം ഭഗവാന്റെ വലത്തെ പാദത്തിൽ നമുക്ക് ദർശിക്കാൻ പറ്റും. അതുപോലെ ചക്രം, സുദർശന ചക്രം നമ്മൾക്ക് കാണാൻ പറ്റും. അതുപോലെ കുട, യവം, ആനക്കൊമ്പ് എന്നുള്ളൂ. അതുപോലെ പതാക എന്ന സംഭവങ്ങളും വലത്തെ കാലിലും കാണാം. കൂടാതെ ഇടിമിന്നൽ, ഞാവൽപ്പഴം കാണാം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഫ്രൂട്ട്സ്, പഴം, ഞാവൽപ്പഴം അത്ര. അതും വലത്തെ തൃപ്പാദത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഊർധ്വരേഖ കാണാൻ പറ്റും. പിന്നെ താമര കാണാൻ പറ്റും. ഇങ്ങനെ 11 കൂട്ടങ്ങൾ ഭഗവാന്റെ വലത്തെ പാദത്തിൻ്റെ അടിയിൽ കുടികൊള്ളുന്നു എന്ന് പറയണം. ഇത് വെച്ച് നിങ്ങൾ ആരാധിക്കുക. നിങ്ങളുടെ കാമക്രോധ മോഹലോഭം അസൂയ ഇതെല്ലാം വിട്ടകന്ന് ഭഗവാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. ഇപ്പം ചിലർ പറയുന്നത് ഞങ്ങൾക്ക് കഷ്ടപ്പാട് ദുരിതം കൂടി എന്നൊക്കെ പറയും. ഭഗവാൻ നമ്മുടെ ജന്മജന്മാന്തര ശാപങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അത് തുടർന്നു പോകുന്നതിനാൽ അതിനുള്ള തരണ വഴികളും ഭഗവാൻ കാണിച്ചു തരും. അത് മുൻജന്മ പാപങ്ങൾ കളയുന്നതായി നമ്മൾ വിശ്വസിക്കണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറിമറിയും. നിങ്ങളുടെ കടങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സോഴ്സ് വരും. നിങ്ങൾ സന്താന ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനറുതി വരും. സന്താനം നിങ്ങൾക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടായിട്ട് അവരെക്കുറിച്ച് കണ്ണീര് വാഴ്ത്തേണ്ട അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ പാദപത്മങ്ങൾ വച്ചു പൂജിക്കൂ. അപ്പോൾ ചിലർ ചോദിക്കും, ഇതിന് മത്സ്യമാംസം കഴിക്കാൻ പാടുമോ, അത് പാടുമോ, ഇതോ പാടുമോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഭക്ഷണം
ഏതുമാവട്ടെ, ഭഗവാൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല, ഈ ഭക്ഷണം ഏതുമാവട്ടെ ആ മനസ്സ് എന്നിൽ തരൂ, അത്രയേ ഉള്ളൂ. മനുഷ്യന് മാത്രമേ വിവേകമുള്ളൂ, ബുദ്ധി മറ്റുള്ള ജീവജാലങ്ങൾക്കുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾക്ക് വിവേകമുണ്ടെങ്കിൽ മറ്റുള്ള വസ്തുക്കളെ കൊന്നു തിന്നാതിരിക്കുക, എത്രയാണ് ഉദ്ദേശിച്ചത്. ഇനി സ്വർഗം, നമ്മുടെ മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടും മരിക്കലും വീണ്ടും ഈ ധരണിയിൽ വന്ന് ജനിക്കേണ്ടതായി വരും, അപ്പോഴും മോക്ഷമില്ല എന്നർത്ഥം. അപ്പം നമ്മൾക്ക് ആഗ്രഹമുള്ള എല്ലാ വസ്തുക്കളും കഴിക്കുക, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. മനസ്സ് പാകപ്പെടുമ്പോൾ നമ്മൾ സാത്വികമായി ചിന്തിക്കും. ആ സാത്വികമായി ചിന്തിക്കുന്ന കാലം വരെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ചെയ്തികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് മോക്ഷം. അല്ലാണ്ട് ഇത് നമ്മൾക്ക് മനസ്സിൽ ഒരുപാട് തിന്നാൻ കൊതിയായിട്ടിരുന്നിട്ട് ഞാൻ സാത്വികനായിട്ട് ജീവിച്ച മനസ്സ് അവിടെ, ആ ബന്ധനം അവിടെ വിട്ടുപോകാതെ നിൽക്കും. നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണം. മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ സത്സംഗം ചെയ്യണം, ഓരോ പുസ്തകങ്ങൾ വായിക്കണം, നല്ല വ്യക്തികളുമായി കൂട്ടുകൂടണം, ഭാഗവത സപ്താഹങ്ങൾ കേൾക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധിയാവും. അപ്പോൾ നമ്മൾ ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കും. അങ്ങനെ മോക്ഷമാർഗത്തിലേക്ക് നമ്മൾ ലയിക്കും. ഞാൻ പറയുന്ന നിങ്ങളുടെ ഓരോ ചെയ്തികളും ഭഗവാൻ, ഓരോ കൂരിരുട്ടിലും ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാൻ പൂനിലാ വെളിച്ചത്തിൽ കാണുന്നുള്ള വിശ്വാസത്തിൽ ഭഗവാന് പാഞ്ചാലി സ്വജീവിതം സമർപ്പിച്ച പോലെ 2 കൈയും വെടിഞ്ഞ് കൃഷ്ണ എന്ന് നമ്മൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കണ്ണീര് കൊണ്ട് ആ പാദപത്മങ്ങൾ പൂജിക്കൂ. നിങ്ങളുടെ ജീവിതം മാറിമറിയും. അച്ഛനാണേ ഗുരുവിനാണ് സത്യം. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കൂട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാനമായി ഒന്ന് പറഞ്ഞോട്ടെ, ഈ പാദപത്മങ്ങൾ എവിടെ നിന്ന് കിട്ടും എന്ന ചോദ്യത്തിന് മറുപടി ഗുരുവായൂരമ്പലത്തിൻ്റെ വടക്കേ നടയിലുള്ള ക്ഷേത്രക്കുളത്തിൻ്റെ കരയിലുള്ള നാരായണീയ സ്റ്റോഴ്സിൽ ഈ മുദ്രകളൊക്കെ അടങ്ങുന്ന ഭഗവാന്റെ പാദബിന്ദങ്ങൾ കാണാൻ പറ്റും. അവിടെ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്, അത് വാങ്ങിക്കുക. നിങ്ങൾ ശുഭദിവസത്തിൽ തന്നെ ആരാധന തുടങ്ങുക. ഓരോ വ്യക്തിയും ആചാര്യന്മാരാവാനാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുക. സത്യം ശിവം സുന്ദരം പുലരുന്ന പോലെ നിങ്ങളുടെ വീടും കുടുംബവും സമൂഹവും നമ്മുടെ രാജ്യവും ഭാരതവും വിശ്വഗുരു പദവിയിലേക്ക് എത്തിച്ചേരും. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ നാമത്തിലും പരദേവതയായിരിക്കുന്ന ഭഗവതിയുടെ നാമത്തിലും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.